സംഘപരിവാർ പ്രത്യയശാസ്ത്രം പൂർണ്ണമായും ഉപേക്ഷിച്ച് വെറുപ്പിൻ്റെ കടയിൽ നിന്ന്, കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് കടന്നു വന്ന ശ്രീ സന്ദീപ് വാര്യരെ അദ്ദേഹം പാണക്കാട്ടെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്ന കാരണത്താലാണ് അങ്ങേയറ്റം വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സംഘിപ്പനി ബാധിച്ചിരിക്കുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമായിട്ടുള്ളത്. ഈ സംഘിപ്പനിക്കുള്ള വാക്സിനേഷൻ്റെ ആദ്യ ഡോസ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ 20-ാം തീയതി ഇവിടെയുള്ള വോട്ടർമാർ നൽകും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഇങ്ങനെ ഒരു പക തോന്നാൻ ഒരു കാരണമുണ്ട്. കാരണം കേരളത്തിൽ പല തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ CPM നടത്താറുണ്ട്. അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയും കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന പ്രസ്താവന നടത്തിയത് ഭൂരിപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരായി വിരോധം വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മുസ്ലിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളിൽ നിന്ന് കവർന്നെടുത്ത് ക്രൈസ്തവ സമുദായത്തിന് നൽകുക വഴി ക്രൈസ്തവരോട് മുസ്ലിങ്ങൾക്ക് വിരോധമുണ്ടാക്കാൻ CPM ശ്രമം നടത്തി. ഏറ്റവും ഒടുവിൽ മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സമുദായത്തിന് മുസ്ലിങ്ങളോട് വിരോധമുണ്ടാക്കാനുള്ള ശ്രമം CPM നടത്തിയിരുന്നു. എന്നാൽ ആ തീ കെടുത്താൻ വേണ്ടിയാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ശ്രമിച്ചത്. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ, അതിലെ വിവിധ സംഘടനകളെ ഒരുമിച്ചിരുത്തി ആ വിഷയം പരിഹരിക്കാൻ ആവശ്യമായ ഒരു നിലപാട് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിച്ചപ്പോൾ CPM ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്ന കാരണം കൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് കേരളത്തിന് മുഖ്യമന്ത്രി വിരോധം വന്നു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗം പോലും തെരഞ്ഞെടുപ്പിന് ശേഷത്തേക്ക് മാറ്റിയത് ആ വിഷയം പരിഹരിച്ചു പോകുമോ എന്ന് കരുതിയിട്ടാണ്. എന്തെല്ലാം നിലക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിച്ചാലും പാണക്കാട് കുടുംബവും പാണക്കാട് തങ്ങന്മാരും തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അങ്ങാടിപ്പുറം താളിക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിലിന് സാമൂഹ്യ ദ്രോഹികൾ തീവച്ചപ്പോൾ അത് കെടുത്താൻ ഓടിയെത്തിയത് പാണക്കാട് തങ്ങന്മാരാണെങ്കിൽ മുനമ്പം വിഷയം പോലെയുള്ള വിഷയങ്ങളിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും അത് ആളിക്കത്തിക്കാനുമുള്ള CPMൻ്റെയും സർക്കാരിൻ്റെയും ശ്രമത്തെയും കെടുത്തിക്കളയാൻ, അതിൽ വെള്ളമൊഴിക്കാനും പാണക്കാട് തങ്ങന്മാർക്ക് സാധിക്കും. അതിൽ വിരോധം വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ BJPയിൽ നിന്നൊരു വക്താവ് രാജിവെച്ച് സംഘപരിവാർ പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് വന്നു. ആ വക്താവിൻ്റെ വിടവ് നികത്തുന്ന പണിയാണിപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സന്ദീപ് വാര്യരുടെ ആ വക്താവ് എന്ന പദവിയുടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹിന്ദു പത്രത്തിൽ ഒരു ജില്ലക്കെതിരായി നടത്തിയ അധിക്ഷേപം, ആ ജില്ലയിലെ ഭൂരിപക്ഷ സമുദായങ്ങൾക്കെതിരായി സംഘപരിവാർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടേതായി ഹിന്ദു പത്രത്തിൽ ഒരു അഭിമുഖം വന്നു. ആ അഭിമുഖം വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി നൽകിയതല്ല. ശരി, എങ്കിൽ ആ അഭിമുഖം നൽകിയവർക്കെതിരായി നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് ബഹുമാനപ്പെട്ട DGPക്ക് ഒരു പരാതി കൊടുത്തു. ആ പരാതിക്ക് ഞങ്ങൾക്ക് കിട്ടിയ മറുപടിയാണിത്. ആ മറുപടിക്കകത്ത് പറയുന്നത് കേസെടുക്കാൻ നിർവാഹമില്ല എന്നാണ്. നിങ്ങൾ നൽകിയ പരാതി പ്രകാരം
കേസെടുക്കാൻ നിർവാഹമില്ല എന്ന് യൂത്ത് ലീഗിന് ലഭിച്ച മറുപടിയാണ് എൻ്റെ കൈവശമുള്ളത്. മുഖ്യമന്ത്രി നൽകിയ പരാതിയല്ലായിരുന്നു, പിന്നെ അഭിമുഖമല്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അതിൽ അന്വേഷിച്ച് ഒരു നടപടി സ്വീകരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോയത്? അപ്പോൾ വളരെ വ്യക്തമാണ്, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ അഭിമുഖം നടത്തിയത്. അത് വിവാദമാവുകയും കേരളം ഒന്നടങ്കം ആ അഭിമുഖത്തിനെതിരായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ തൽക്കാലം അതിൽ നിന്ന് ഊരിപ്പോവുക മാത്രമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ ഈ പ്രസ്താവന പിൻവലിക്കണം, പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് യൂത്ത് ലീഗ് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ഒരാൾ സംഘപരിവാർ പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ചാൽ, ഒരാൾ RSS ബന്ധം ഉപേക്ഷിച്ചാൽ അവർ പാണക്കാട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ വരണ്ട, അവിടെ നിന്നാൽ മതി എന്നായിരുന്നോ ഞങ്ങൾ പറയേണ്ടിയിരുന്നത്? അതേ സംബന്ധിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി CPM നേതൃത്വം നിലപാട് വ്യക്തമാക്കണം. DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം അടക്കമുള്ളവർ ായിരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ സംഘപരിവാർ ബന്ധം ഉപേക്ഷിച്ചാൽ, RSS ബന്ധം ഉപേക്ഷിച്ചാൽ പിന്നെ അവരോട് നിങ്ങൾ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം എന്ന നിലപാടായിരുന്നോ കോൺഗ്രസും UDF മുസ്ലിം ലീഗും ഒക്കെ സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നതിന് കൂടി അവർ മറുപടി പറയണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ CPM തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോൾ BJPയെ സഹായിക്കാൻ വേണ്ടി നേരത്തെ ശ്രമിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറിലും ആ സമരത്തിൽ നിന്ന് പിന്മാറാൻ കേരളത്തിലെ CPM തയ്യാറല്ല എന്നാണ് പകൽ പോലെ ഈ ഘട്ടത്തിൽ വ്യക്തമായിട്ടുള്ളത്. തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണെന്ന് ജയിപ്പിച്ചത്. ഒരമർഷമില്ല. ന്യൂനപക്ഷങ്ങൾക്ക് എവിടെ അമർഷം? ന്യൂനപക്ഷങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇത്രയും കാലം സംഘപരിവാർ ആശയങ്ങളിൽ ജീവിച്ച ഒരു വ്യക്തി ആ ആശയങ്ങളിൽ നിന്ന് മോചിതനാകുന്നു എന്ന് പറയുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവർ ന്യൂനപക്ഷങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ ഈ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ദുരിതം ആദ്യം അനുഭവിക്കുന്നവർ ന്യൂനപക്ഷങ്ങളാണ്. ആ നിലക്ക് BJPയുടെ ശക്തി ഏതെല്ലാം നിലക്ക് കുറയുന്നുവോ, അതിനാരെല്ലാം കാരണക്കാരാകുന്നുവോ അതിനെയെല്ലാം സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടാണ് ന്യൂനപക്ഷങ്ങൾ സ്വീകരിക്കുന്നത്. പാലക്കാട്ടെ ന്യൂനപക്ഷങ്ങളും ആ നിലക്ക് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ശക്തമായ പിന്തുണ നൽകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ അത് ബോധ്യമാകും എന്നേ പറയാനുള്ളൂ.